ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിപ്പോ ഉപേന്ദ്രന്റെ മാത്രം കളിയാ. പണം നഷ്ടപ്പെട്ടതിന്റെ പക അത് അയാളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതിപ്പോ നമ്മുടെ ഭാഗ്യത്തിന് മറ്റപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത്. പക്ഷെ ഈ ഭാഗ്യം എപ്പോഴും കിട്ടിയെന്ന് വരില്ലല്ലോ. ഡിസ്ചാർജ് ആവുമ്പോ ശ്യാമയും കൂട്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി നിൽക്കാം. അവിടെ ആകുമ്പോൾ ആളനക്കം ഉണ്ടല്ലോ. പെട്ടെന്ന് ഒരു ആക്രമണത്തിന് എന്തായാലും ആരും ഒന്നും മടിക്കും. നമുക്ക് ആലോചിക്കാം. എന്തായാലും ഈ കടമ്പ ഒന്ന് കടക്കട്ടെ. എനിക്ക് എന്റെ ജീവന് പേടിയൊന്നുമില്ല. എന്തും നേരിടാനുള്ള ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അതുപോലെയല്ലല്ലോ എന്നെ ആശ്രയിച്ച് കഴിയുന്നവരുടെ കാര്യം. ഇനി ഇതുപോലെ ഷോക്ക് ശ്യാമയ്ക്കുണ്ടാവാൻ പാടില്ല. സിസ്റ്റർ, ശ്യാമയ്ക്ക് ഒബ്സർവേഷനിലാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ബൈസ്റ്റാൻഡർ പുറത്ത് തന്നെ ഉണ്ടാവണം. സിസ്റ്ററെ, വല്ല വെള്ളമോ ചായയോ വല്ലതും വേണമെങ്കിലോ? പറഞ്ഞില്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്നാ പിന്നെ ഞാനും കൂടി ഇവിടെ നിൽക്കാം. മോള് വിഷ്ണുവിനെയും കൂട്ടി പോയിക്കോ. എല്ലാരും കൂടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കുട്ടികൾ കാത്തിരിക്കൂലേ. നീ ചെല്ലടി. ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനും രോഹിത്തും ഉണ്ടല്ലോ. അതെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാമേ. ചെല്ലു വിഷ്ണു. ഇവിടെ നീ വിളിക്ക. തനിക്കിപ്പോഴും പിണക്കം മാറിയിട്ടില്ലല്ലേ? എടോ, ഇവിടെ തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടോ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്തേ. മനഃപൂർവ്വം വൈകിയതുമല്ല. എടോ, നമുക്ക് ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് നോക്കണമെന്ന് കമലം പറഞ്ഞപ്പോ പോയതാ. എടോ, നമ്മുടെ മക്കളാണ് സത്യം. ഇതാ ഉണ്ടായത്. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ മോശക്കാരിയൊക്കെ ഞാൻ ശ്രമിക്കോ? താൻ ഇപ്പോഴും എവിടെ തലയുർത്തി പിടിച്ച് നിൽക്കണം തന്നെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നേ. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോഴോ അല്ല. പിന്നെ ഇതിൽ കൂടുതൽ എങ്ങനെയാ പറയാ? മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കട്ടെ. ഫ്രണ്ട് സീറ്റിലാണല്ലോ കയറിയിരിക്കണം. അപ്പൊ കാര്യം മനസ്സിലായി.